السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരുപാട് ആൾക്കാർ ചോദിച്ച അല്ലെങ്കിൽ സംശയം പ്രകടിപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് മറ്റൊന്നുമല്ല, പലരും നമ്മുടെ മുമ്പത്തെ വീഡിയോകൾ കണ്ടും കൊണ്ട് വീടുമായി ബന്ധപ്പെട്ട പല വീഡിയോയും നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് പലരും ചോദിച്ച ഒരു കാര്യം, വീടിനെക്കുറിച്ച് സമഗ്രമായി പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഒന്ന് ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചും കൊണ്ട് അതിനെക്കുറിച്ച് നാം പറയുന്നതിനേക്കാളേറെ അതുമായി ബന്ധപ്പെട്ട, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയുന്ന ആളുകളെ കൊണ്ട് തന്നെ അവരുടെ പ്രഭാഷണം തന്നെ നമുക്ക് ഒന്ന് വീഡിയോ ആയി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയും ആ വിഷയത്തിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കണ്ടെത്തിയ നല്ല ഒരു ക്ലാസ് അല്ലെങ്കിൽ നല്ല ഒരു പ്രഭാഷണം മഹാനായ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂരിൻ്റെതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും ആ സംശയങ്ങൾ ദൂരീകരിക്കുന്ന നിലക്കുള്ള എല്ലാ നിലക്കും നമുക്ക് വളരെയേറെ സമാധാനം കിട്ടുന്ന അല്ലെങ്കിൽ ആശ്വാസമാകുന്ന, നമ്മുടെ എല്ലാ മനസ്സിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്നോണം ഉസ്താദ് അവറുകൾ അതിനെക്കുറിച്ച് നല്ല പോലെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മളിൽ പലരും വീട് വെക്കുമ്പോൾ ആ വീട് നിൽക്കുന്ന സ്ഥലം, ഭൂമി എങ്ങനെയുള്ളതായിരിക്കണം, അതുപോലെ തന്നെ വീടിൻ്റെ രീതി, അതിൻ്റെ ശൈലി എങ്ങനെയായിരിക്കണം, അതുപോലെ വീടിനെ ഏത് ഭാഗത്തേക്ക് മുഖം തിരിക്കണം, അതുപോലെ തന്നെ വീട് വെക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമായി കമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗേറ്റ് ഏത് ഭാഗത്ത് വെക്കണം, അതുപോലെ തന്നെ കിച്ചൺ ഏത് ഭാഗത്തിലായിരിക്കണം, ബെഡ്റൂം ഏത് ഭാഗത്തിലായിരിക്കണം, അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ആയം എന്നുള്ളത്. വീടിന് സാധാരണ ആയം നാം കണക്കാക്കാറുണ്ട്. അപ്പോൾ ആയം എങ്ങനെയുള്ളതായിരിക്കണം, അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുപാട് എങ്ങനെയുള്ളതായിരിക്കണം, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനേക സംശയങ്ങൾക്ക് വളരെ വ്യക്തവും സ്പഷ്ടവുമായി മറുപടി നൽകുന്ന നല്ല ഒരു പ്രഭാഷണമാണ് ഉസ്താദ് അവറുകൾ അവതരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് അത് വലിയ ഒരു പരിഹാരമായിരിക്കും, ആശ്വാസമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ പ്രഭാഷണം എല്ലാവരും കേട്ട് നിങ്ങൾ അഭിപ്രായം പറയുകയും നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ, സംശയങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ വിഷയത്തിൽ വീണ്ടും വീണ്ടും നല്ല നല്ല ക്ലാസ്സുകൾ വീഡിയോ ചെയ്യാനും അവതരിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരായ ആളുകളുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓരോരുത്തരും അഭിപ്രായം പറയണം, കമൻറ്റ് രൂപത്തിൽ അറിയിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ പ്രഭാഷണം നമുക്ക് കേൾക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് ഒരു മനുഷ്യന് നേടാവുന്ന 3 സൗഭാഗ്യങ്ങളെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്ന് വിശാലമായ വീട്, രണ്ടാമത്തേത് സ്വാലിഹത്തായ ഭാര്യ, മൂന്നാമത്തേത് സൗകര്യപ്രദമായ വാഹനം. ഇത് മൂന്നും വീട് വിശാലമായിരിക്കണം. വിശാലം എന്ന് പറയുമ്പോൾ ഓരോ ആളുകൾക്കും അനുസരിച്ചാണ്. എല്ലാവരും ഒരേപോലത്തെ വീട്ടിൽ താമസിക്കണമെന്നില്ല. ഓരോരുത്തരുടെയും ആവശ്യം, അവൻ്റെ കുടുംബത്തിൻ്റെ വലുപ്പം, വിരുന്നു വരാനുള്ള ആളുകളുടെ വലുപ്പം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള വിശാലത ഓരോ ആളുകളുടെയും വീടിനുണ്ടാകാവുന്നതാണ്.
ഭാര്യയിൽ ഉണ്ടാവേണ്ടത് സ്വലാഹിയത്താണ്, സ്വാലിഹത്തായ ഭാര്യ. സത്യത്തിൽ വിവരം ഉണ്ടായതുകൊണ്ട് സ്വലാഹിയത്ത് ഉണ്ടാവണമെന്നില്ല. ഭാര്യ എപ്പോഴും ഭംഗിയേക്കാൾ പ്രധാനമാണ്, അല്ലെങ്കിൽ തറവാടിനേക്കാൾ പ്രധാനമാണ് സ്വാലിഹത്തായ ഭാര്യ. വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ടത് സൗകര്യമാണ്. വൈക്ക നിൽക്കുന്ന വണ്ടിയാണെങ്കിൽ വേഗം വിൽക്കണം, എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ എടുക്കണം എന്നുള്ളതാണ്. വണ്ടി എപ്പോഴും സൗകര്യമായിരിക്കണം. അപ്പോൾ നല്ല നിലയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന മൈലേജുള്ള നല്ലൊരു വാഹനം, ഇത് മൂന്നും ഈ ദുനിയാവിൽ നിന്ന് നേടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഏതൊരു വിഷയത്തെ നമ്മൾ ചിന്തിക്കുമ്പോഴും അതിനൊരു നിയമം ആവശ്യമാണ്. അപ്പോൾ വീടുണ്ടാക്കുമ്പോൾ വീടിനാവശ്യമായൊരു നിയമം ഉണ്ടായിരിക്കണം. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യേണ്ടത്. നിർമ്മാണ രീതിയുടെ അല്ലെങ്കിൽ നിർമ്മാണ ശാസ്ത്രത്തിൻ്റെ, ശാസ്ത്രം എന്ന് പറഞ്ഞത് വിജ്ഞാനം, നിർമ്മാണ വിജ്ഞാനത്തിൻ്റെ തുടക്കം പരിശോധിച്ചാൽ ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ കഅബയിൽ നിന്നാണ് അതിൻ്റെ തുടക്കം എന്ന് കാണാൻ പറ്റും. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെയും മുമ്പ് മലക്കുകളാണ് കഅബ നിർമ്മിച്ചത് എന്നാണ് താരീഖിൽ പറഞ്ഞിട്ടുള്ളത്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഏതായാലും കഅബ ഉണ്ടായിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ വലിയൊരു പ്രളയം ഉണ്ടാവുകയും അതിൽ കഅബ തകരുകയും ചെയ്തിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമുമാണ് കഅബയുടെ പുനർനിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത്. ദീർഘചതുരാകൃതിയിലായിരുന്നു കഅബയുടെ നിർമ്മാണം നടത്തിയത്. ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് അതിന് നേതൃത്വവും മേൽനോട്ടവും വഹിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് പരിശോധിക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആദ്യത്തേത് കഅബയുടെ നിർമ്മാണമാണ് എന്നനുമാനിക്കേണ്ടി വരും. അതിനു മുമ്പും ആളുകൾ ജീവിച്ചിട്ടുണ്ട്. അവർ മലകൾ തുരന്നും പാറകൾ തുരന്നുമൊക്കെ വീടുണ്ടാക്കിയാണ് ജീവിച്ചിരുന്നത്. നിലവിൽ നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള നിർമ്മാണ രീതി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കഅബ നിർമ്മാണത്തിൽ നിന്നാണ് ആരംഭിച്ചത് എന്ന് പറയലായിരിക്കും ശരി. വീട് വെക്കാൻ വേണ്ടി സ്ഥലം അന്വേഷിക്കുമ്പോൾ ആദ്യം നാട് എന്നതാണ് പ്രധാനം. ഏത് നാട്ടിൽ വീട് വെക്കുന്നു എന്നാണ്. ഒരാൾ ഏത് നാട്ടിൽ വീട് വെക്കുന്നുവോ ആ നാടിൻ്റെയും നാട്ടുകാരുടെയും സ്വഭാവം അതിൽ ഉണ്ടായിത്തീരുമെന്നതാണ്. പരമാവധി ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് പെറ്റു വളർന്ന നാട്ടിൽ നിന്ന് മാറി താമസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് വിരോധമൊന്നും ഉണ്ടായതുകൊണ്ടല്ല. ഒരു രണ്ടാം തരം പൗരനായിട്ടാണ് ചെന്ന് താമസിക്കുന്ന നാട്ടുകാർ കാണുക. വന്നേരികൾ, വന്ന് താമസിക്കുന്നവർ 20 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഓരിവിടെ വന്ന് പാർത്തതാണ് എന്ന് പറയുന്നൊരു രീതി ആളുകൾ ഇന്ന് പൊതുവെ സ്വീകരിച്ചു വരുന്നുണ്ട്. അതൊരു നല്ല രീതിയല്ല. നിങ്ങൾ വിദേശികളെ ബഹുമാനിക്കണമെന്നും ഞാൻ വിദേശിയാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്നത്തെ ഒരു സാമൂഹ്യ ചുറ്റുപാടനുസരിച്ച് വന്ന് താമസിക്കുന്നവരെ രണ്ടാം തരക്കാരായി കാണും. അതുകൊണ്ട് പെറ്റു വളർന്ന നാട്ടിൽ തന്നെ താമസിക്കാൻ പറ്റുമെങ്കിൽ ആ നാട് തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്തായാലും ആദ്യം ആലോചിക്കേണ്ടത് നാടിനെ കുറിച്ചാണ്. രണ്ടാമത് ചിന്തിക്കേണ്ടത് അയൽവാസികളെ കുറിച്ചാണ്. അയൽവാസിയുടെ ഗുണം താമസിക്കുന്ന മനുഷ്യന് ഉണ്ടായിത്തീരും എന്നതാണ്. മൂന്നാമത് മൃഗങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭൂമിയാണ് മനുഷ്യനും താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭൂമി. പ്രത്യേകിച്ച് വളർത്തു ജീവികൾ, ആട്, പശു മുതലായ ജീവികളെ. അപ്പോൾ ഒരു സ്ഥലം നമ്മൾ വീട് നിർമ്മിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്താൽ ഒരാടിനെ അല്ലെങ്കിൽ പശുവിനെ അവിടെ സ്വതന്ത്രമായി മേയാൻ വിടുക. പുല്ല് തിന്ന് ഇലകൾ തിന്ന് അവകൾ വിശ്രമിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏറ്റവും അനുയോജ്യമായിരിക്കും. പൂച്ച വിശ്രമിക്കുന്ന സ്ഥലം ബെഡ്റൂമിന് ഏറ്റവും അനുയോജ്യമായിരിക്കുമെന്ന് ഹയാത്തുൽ ഹൈവാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും മനസ്സമാധാനമുള്ള സ്ഥലത്താണത്രേ പൂച്ച വിശ്രമിക്കാൻ കിടക്കാറുള്ളത്. അപ്പം മൃഗങ്ങളെ ആശ്രയിച്ച് ഒരു സ്ഥലത്തിൻ്റെ ഗുണനിലവാരം നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ ആ ഭൂമിയിൽ താമസിച്ചിരുന്ന ആളുകളുടെ ജീവിത ചുറ്റുപാടുകളും നിലവാരവും നോക്കിയിട്ട് ഈ ഭൂമി താമസിക്കാൻ അനുയോജ്യമായതാണോ അല്ലയോ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു ഭൂമി താമസയോഗ്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ അതിലൊരു അനുബന്ധമായിട്ട് പറയാനുള്ളത്, പിന്നെ ഭൂമിയുടെ പരിതസ്ഥിതിയെ താറുമാറാക്കുന്ന തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ ബറക്കത്ത് കുറയും. ലഅനല്ലാഹു മൻ ഗയ്യറ തുഹൂമൽ അർളി എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഭൂമിയുടെ പരിതസ്ഥിതിയെ താറുമാറാക്കുന്നവന് അള്ളാഹുവിൻ്റെ ശാപമുണ്ടായിരിക്കുമെന്ന്. ഒരു ഗതിയില്ലാതെ ആകെ 3 സെൻറ്റേ ഉള്ളൂ, അത് പാടത്തായി പോയി, അത് തൂർത്ത് ഒരു വീട് വെക്കുന്ന ആളെ ശവത്തിൽ കുത്തല്ല ഞാൻ ചെയ്യുന്നത്. മലകൾ ഇടിച്ചുകൊണ്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ അത്തരം അതിക്രമങ്ങൾ ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ബറക്കത്തിനെ കുറക്കും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ വീട് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ വലിയ സാങ്കേതിക വിദ്യ ഇല്ലാതെ തന്നെ നമുക്ക്
താമസയോഗ്യമായ സ്ഥലമാണോ എന്ന് കണ്ടുപിടിക്കാൻ? സാങ്കേതികവിദ്യ ഉപയോഗിക്കാതെ തന്നെ താമസിക്കാൻ പറ്റുന്ന സ്ഥലം. സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ല, അതൊക്കെ ഭൂമിയുടെ പരിതസ്ഥിതിക്ക് കോട്ടം പറ്റിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളാണ്. അത് അതിൽ ജീവിക്കുന്ന ആളുകളെ ബാധിക്കും. ഭൂമിയുടെ ലക്ഷണശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അതായത് അത് മണ്ണ് പരിശോധനയിലൂടെയാണ് ഭൂമിയുടെ ലക്ഷണം പ്രധാനമായും നോക്കുന്നത്. പിന്നെ ആ ഭൂമിയോട് ചേർന്നുള്ള പ്രദേശത്തിൻ്റെ ഉയരം, താഴ്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊക്കെ ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് നമുക്ക് ശുദ്ധവായുവിൻ്റെ വരവുള്ളത്. കാരണം കടൽ മിക്കവാറും പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് മലകളൊക്കെ നിൽക്കുന്നെങ്കിൽ ആ വീട്ടിലേക്ക് വായു സഞ്ചാരം വളരെ കുറവായിരിക്കും. അപ്പോൾ പടിഞ്ഞാറ് വശം ഉയർന്ന് കിഴക്ക് വശം താഴ്ന്ന ഭൂമിയെ രണ്ടാം തരമായിട്ടാണ് പരിഗണിക്കുക. അതേപോലെ വേറെ പ്രശ്നം നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലും ഉണ്ട്. അതായത് കിഴക്ക് വശത്ത് നിന്നാണ് ഉദയസൂര്യൻ്റെ നല്ല ജൈവ ഊർജങ്ങൾ കൂടുതലായി കിട്ടുന്നത്. പക്ഷെ അത് നേർക്കുനേരെ കിട്ടേണ്ടതല്ല. ഉദയസൂര്യൻ്റെ രശ്മികൾ വീട്ടിലേക്ക് നേർക്കുനേരെ വരേണ്ടതല്ല. അപ്പം നേരിയൊരു തടസ്സം ആവശ്യമാണ്, എന്നാൽ മുഴുവനായും തടയപ്പെടാൻ പാടില്ല. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം അനുസരിച്ച് ഈ പശ്ചിമഘട്ടം കിഴക്കൻ മലനിരകൾ ഉള്ളത് കൊണ്ട് സൂര്യപ്രകാശം നേരിട്ട് കേരളത്തിൽ തട്ടുന്നില്ല. പ്രകാശമേ ഉള്ളൂ, സൂര്യൻ്റെ കിരണങ്ങൾ തട്ടുന്നില്ല. അതുകൊണ്ട് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു നാടാണ് കേരളം എന്നൊരല്പം സ്വാർത്ഥതയോടുകൂടെയാണെങ്കിലും നമുക്ക് പറയാവുന്നതാണ്. അത് ശുഭഭൂമി അശുഭഭൂമി എന്ന് പറഞ്ഞിട്ട് ഭൂമിയെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. താമസിക്കുന്ന മനുഷ്യന് ഉണ്ടായേക്കാവുന്ന ഊർജത്തിൻ്റെ അളവിനെ പരിഗണിച്ചുകൊണ്ടാണ് ശുഭഭൂമിയും അശുഭഭൂമിയുമായി തിരിക്കുന്നത്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഇപ്പം മനുഷ്യനെ മറവ് ചെയ്തിട്ടുള്ള സ്ഥലം, ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും അതിൽ. പിന്നെ പൊതുവെ എല്ലുകൾ, അത് മനുഷ്യനല്ല മറ്റു ജീവികളെ മറവ് ചെയ്തതാണെങ്കിലും, ആടിനെയോ പശുവിനെയോ പൂച്ചയെയോ ഒക്കെ മറവ് ചെയ്തതാണെങ്കിലും എല്ലുകൾ നെഗറ്റീവ് ഊർജ്ജം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതേപോലെ മുടിക്കെട്ടുകൾ കൂടുതൽ കാണുന്ന സ്ഥലങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, എത്ര കുഴിച്ചാലും ഉറപ്പുള്ള സ്ഥലത്തേക്ക് എത്തുന്നില്ല അങ്ങനത്തെ ഭൂമികൾ, കല്ലുവെട്ട് കുഴികൾ, വെള്ളക്കെട്ടുകൾ തൂർത്തത്, ഇങ്ങനെയുള്ളതൊക്കെ അശുഭ ഭൂമിയിലാണ് കണക്കാക്കുക. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതിൽ താമസിക്കുന്ന ആളുകൾക്ക് ഊർജ പ്രസരണം കുറവായിരിക്കുമെന്നാണ്. രണ്ടാമത്തെ ഒന്ന്, അതിലെ വീട് നിർമ്മാണത്തിന് ഭാരിച്ച സാമ്പത്തിക ചെലവ് വരും എന്നതും അശുഭഭൂമി ആയതിൻ്റെ കാരണമാണ്. വായുവിൻ്റെ സഞ്ചാരം വേണ്ടത്ര ഇല്ലാത്ത സ്ഥലങ്ങൾ, വെളിച്ചത്തിൻ്റെ സഞ്ചാരം വേണ്ടത്ര ഇല്ലാത്ത സ്ഥലങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അശുഭഭൂമിയായി കണക്കാക്കുന്നത്. ശുഭഭൂമി എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. ധാരാളം വെളിച്ചം കിട്ടുന്നു, കുടിക്കാൻ ആവശ്യമായ വെള്ളം കിട്ടുന്നു, ധാരാളമായ വായു സഞ്ചാരം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള പ്രദേശങ്ങളെയാണ് ശുഭഭൂമിയായി കണക്കാക്കുന്നത്. പിന്നെ ഒരു ഭൂമി ശുഭം അശുഭം എന്ന് തിരിച്ചറിയാനുള്ള അടയാളം, ഒരു കോല് സമചതുരത്തിലുള്ള ഒരു കുഴി എടുത്തിട്ട്, ആഴവും നീളവും വീതിയൊക്കെ ഒരു സമചതുരത്തിലുള്ള ഒരു കുഴി എടുത്ത് അതിൽ നിന്ന് എടുത്ത് മാറ്റിയ മണ്ണ് അതിലേക്ക് തിരിച്ചിട്ടാൽ സമമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ ശുഭഭൂമിയായി കണക്കാക്കും. മണ്ണ് കൂടിയാൽ കുഴപ്പമില്ല, മണ്ണ് കുറവാണെങ്കിൽ അശുഭഭൂമിയാണ്. അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഭാരിച്ച ചെലവ് വരുമെന്നതും നിർമ്മാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തറയും ചുമരും പൊട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുമാണ് അത് അശുഭമായതിൻ്റെ കാരണം. അല്ലാത്ത കാരണങ്ങളൊന്നുമില്ല. ഒക്കെ ഈ നിർമ്മാണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ എന്തോ ഭയങ്കര സംഭവമാണെന്ന് തോന്നും. സത്യത്തിൽ അത് ഒന്നുകിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. ഈ നിർമ്മാണം, സമ്പത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ തന്നെയാണ് രോഗങ്ങളുടെ സാധ്യതയും കൂടുതലുണ്ടാകുന്നത്. ഇതിപ്പോൾ ഈ പറഞ്ഞ മാർഗം ഏതൊരാൾക്കും ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ എല്ലാവർക്കും ആണെങ്കിലും ചെയ്ത് നോക്കാം. ഇത് ഒരു കോല് സമചതുരത്തിലുള്ള കുഴിയെടുത്തിട്ട് മണ്ണിൻ്റെ അളവ് പരിശോധിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൃഗങ്ങൾ സന്തോഷപൂർവ്വം ഭക്ഷണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടോ എന്നതും ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം. ഇങ്ങനെ സ്ഥലം കണ്ടെത്തിയതിന് ശേഷം പിന്നെ ഒരു ഗൃഹമണ്ഡല നിർണയം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. അതായത് ഇങ്ങനെ ഇപ്പം നമ്മളൊരു പ്രദേശം കണ്ടെത്തിയാൽ വലിയ ഒരു 4 ഏക്കർ 3 ഏക്കർ സ്ഥലമൊക്കെ ഈ രൂപത്തിൽ കണ്ടെത്താൻ പറ്റും. അതിലെല്ലായിടത്തും കൂടിയും വീടുണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പരിസരത്തുള്ള വീട്, അതിൻ്റെ ഷേപ്പ്, അത് നിൽക്കുന്ന രീതി എല്ലാം പരിഗണിച്ചുകൊണ്ട്, വെള്ളത്തിൻ്റെ സാധ്യതയൊക്കെ പരിഗണിച്ചുകൊണ്ട് ആ വിശാലമായ സ്ഥലത്ത് നമ്മൾ വീടിൻ്റെ ചുറ്റളവ് കണക്കാക്കിയിട്ട് അത് നിർത്താവുന്ന ഒരു സ്ഥലം കണ്ടെത്തുന്നതിനെയാണ് ഗൃഹമണ്ഡല നിർണയം എന്ന യഥാർത്ഥത്തിൽ പറയുന്നത്. അതൊരു സ്വാഭാവികമായ ആവശ്യമാണ്. നമ്മൾ വിശാലാർത്ഥത്തിൽ കണ്ടെത്തുമ്പോൾ 2-3 ഏക്കർ സ്ഥലമൊക്കെ അതിൻ്റെ പരിധിയിൽ വരും. ആ സ്ഥലത്ത് എല്ലായിടത്തും കൂടിയും വീടുണ്ടാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് 50 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ 50 സെൻറ്റും കൂടിയും വീട് വെക്കാൻ വേണ്ടി വേണ്ടല്ലോ. അപ്പോൾ അതിൽ എവിടെ നിർത്താം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഗൃഹമണ്ഡല നിർണയം എന്ന് പറയുന്നത്.
പിന്നെ വീട് നിർമ്മാണത്തിൻ്റെ ശേഷവും ചുറ്റുമതിലുണ്ടാക്കാം, വീട് നിർമ്മാണത്തിൻ്റെ മുമ്പും ചുറ്റുമതിലുണ്ടാക്കാം. പക്ഷേ ഈ മതിലുകൾ ഒരിക്കലും അയൽവക്ക ബന്ധം തടുക്കുന്ന തരത്തിലാകരുത്. മതിലുണ്ടാക്കുകയാണെങ്കിൽ അയൽവാസിയുടെ വീട്ടിലേക്ക് കടക്കാവുന്ന ചെറിയ എന്തെങ്കിലും ഒരു സംവിധാനം, മൃഗങ്ങൾ കടക്കാത്തതും മനുഷ്യന് കടക്കാൻ പറ്റുന്നതുമായ എന്തെങ്കിലും ഒരു സംവിധാനത്തോടു കൂടെയാണ് ചുറ്റുമതിലുണ്ടാക്കേണ്ടത്. പിന്നെ അതിരിടുക എന്നുള്ളത് എപ്പോഴും നല്ലതാണ്. മാറിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ഭൂമിക്ക് നമ്മൾ അതിരിടണം. മതിൽ ഉയർത്തി കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ചെയ്യേണ്ടതാണ്. ഗേറ്റ് വെക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് പരമാവധി മൂല ഒഴിവാക്കി വെക്കുക എന്നുള്ളതാണ്. ഏത് ഭാഗമാണെങ്കിലും ആ ഭാഗത്തെ ഒരു 9 കൊണ്ട് ഹരിച്ചിട്ട് 2 സൈഡിൽ നിന്നും ഓരോ ഭാഗം വിടുക. മൊത്തം ചിലപ്പോൾ പിന്നെ 9 മീറ്ററാണെന്ന് വിചാരിക്കുക, എന്നാലും ഓരോ ഭാഗം ഓരോ മീറ്ററാണ് കിട്ടുക. അപ്പോൾ ആ മൂലയിൽ 1 മീറ്ററും ഈ മൂലയിൽ 1 മീറ്ററും വിട്ടിട്ട് മൂല ഒഴിവാക്കിയിട്ട് ഗേറ്റ് വെക്കലാണ് ഏറ്റവും നല്ലത്. പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്താണ് വീടുമായി ബന്ധപ്പെട്ട എല്ലാ ചിന്തകളും ശ്രദ്ധകളും ആവശ്യമുള്ളത്. ഒന്നാമതായി ആവശ്യത്തെയാണ് പരിഗണിക്കേണ്ടത്. ഒരിക്കലും അടുത്ത വീടിനെയോ ബന്ധു വീടിനെയോ ഒന്നും പരിഗണിക്കരുത്. നമുക്ക് എന്തെല്ലാമാണ് ആവശ്യമുള്ളത്, എത്ര മക്കളുണ്ട്, എത്ര റൂം വേണം, വിരുന്നുകാർ വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, അതിനെന്തൊക്കെ സൗകര്യം വേണം, പ്രായമായവരുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് എന്തെല്ലാം ആവശ്യം നമുക്കുണ്ട് നോക്കുകയാണ് വേണ്ടത്. അപ്പം നിലവിൽ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ചിലർ 4 ബന്ധു വീട് സന്ദർശിക്കലാണ്. അവിടെ എല്ലാം എന്തെല്ലാം ഉണ്ടോ അത് നമുക്ക് ഇവിടെ ഉണ്ടാകണം, അതിനേക്കാൾ എന്തെങ്കിലും ഒന്ന് കൂട്ടിയുണ്ടാക്കുകയും വേണം. അതല്ല ശരിക്കും വേണ്ടത്. നമ്മുടെ ആവശ്യത്തെയാണ് ആദ്യമായി പരിഗണിക്കേണ്ടത്. അങ്ങനെ നല്ല ഗുണകാംക്ഷയുള്ള ഒരു എൻജിനീയറോട്, എൻജിനീയർമാർ പലർക്കും ഉണ്ടാവും, ഈ വ്യക്തിക്ക് ഗുണം കാംക്ഷിക്കുന്ന, ഗുണത്തെ ആഗ്രഹിക്കുന്ന ഒരു എൻജിനീയറോട് തൻ്റെ ആവശ്യം പറയണം. ഇന്ന ആവശ്യങ്ങളൊക്കെയാണ് എനിക്കുള്ളത്, അതിനനുസരിച്ചുള്ളൊരു പ്ലാനാണ് ഉണ്ടാക്കേണ്ടത് എന്നതാണ്. രണ്ടാമത് ഡെഡ് മണിയെ പ്രധാനമായും പരിഗണിക്കണം. ഡെഡ് മണി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിനെ, അതായത് മരിച്ചുപോയ പൈസ എന്നാണ് അതിന് പറയുക, ഒരിക്കലും തിരിച്ച് കിട്ടാത്തത്. വീടുമ്മ ചിലവാക്കിയത്, നമ്മൾ സ്ഥലം വാങ്ങിയതാണെങ്കിൽ വിൽക്കുമ്പോൾ പൈസ കിട്ടുമെന്ന് വിചാരിക്കാം. വീടുമ്മ ഒരാൾ പൈസ ചിലവാക്കിയാൽ പിന്നെ ഒരിക്കലും ആ വീടിന് പൈസ കിട്ടുന്നില്ല. അതുകൊണ്ട് അതിനെ ഡെഡ് മണി എന്ന് പറയും, മരിച്ചു പോകുന്ന പൈസ എന്ന് പറയും. അപ്പോൾ ഒരാളുടെ കയ്യിൽ എത്ര കാശ് ചിലവാക്കാണ്ട് അതിനനുസരിച്ചുള്ള പ്ലാനാണ് വേണ്ടത്. ഭാവിയിൽ വിപുലീകരിക്കണമെങ്കിൽ അപ്പോൾ ആലോചിക്കാം എന്നതാണ്. ഇപ്പോൾ ഉള്ള പണത്തിനനുസരിച്ച് ചില സാധ്യതകൾ ഭാവിയിലേക്ക് വേണ്ടി വെക്കാം. ഇപ്പോൾ ഉദാഹരണം, മുകളിലേക്ക് എടുക്കേണ്ടി വന്നാൽ എടുക്കാവുന്ന തരത്തിൽ കോണി ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഭാവിയിലേക്ക് ചില സാധ്യതകൾ വെച്ചുകൊണ്ട് നിലവിലുള്ള പണത്തിനനുസരിച്ചുള്ള പ്ലാനാണ് തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് എന്താണോ തീരുന്നത് അത് തീർക്കാൻ ആവശ്യമായ പ്ലാനാണ് ചെയ്യേണ്ടത്. പിന്നെ 1-2 കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് എന്താ വെച്ചാൽ, കിടപ്പുമുറി പ്രധാനമാണ്. ആകെ വീടുണ്ടാക്കണതിനെ കിടന്നുറങ്ങാനാണ്. ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രി താമസിച്ചു എന്നാണ്, ബൈത്ത് എന്നാണ് വീടിന് പറയാം. അപ്പോൾ രാത്രി ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതുപോലെ മരിച്ചടക്കാൻ പറ്റിയതാണ്, അതിനാണുള്ള വീട് എന്ന് പറയുന്നത്. രാത്രി ഉറങ്ങാൻ, രാത്രിയിലെ ഉറക്കവും ഒരു മരിച്ചടക്കലാണ്. ഒരു മനുഷ്യന് മരിച്ചടക്കാൻ പറ്റുന്ന ഒരു കോലത്തിൽ മരിച്ചെടുക്കുമ്പോൾ എന്തായാലും ആൾക്കാർ വരും. അപ്പോൾ മരിച്ചെടുക്കുമ്പോൾ ആൾക്കാർക്ക് വരാൻ, ഇതൊക്കെയാണ് ഒരു വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ബെഡ്റൂം വളരെ പ്രധാനമാണ്. ബെഡ്റൂം സംവിധാനിക്കുന്ന സമയത്ത് വാതിലിൻ്റെയോ ജനലിൻ്റെയോ നേരെ അല്ലാതെ ഒന്നുകിൽ വടക്കോട്ട് തലയും തെക്കോട്ട് കാലും വെച്ച് കിടക്കാൻ കഴിയണം, അല്ലെങ്കിൽ തെക്കോട്ട് തലയും വടക്കോട്ട് കാലും വെച്ച് കിടക്കാൻ കഴിയണം, അതായത് കട്ടിലിടാൻ കഴിയണം. ഇല്ലെങ്കിൽ കിഴക്ക് വശത്തേക്ക് തലയും പടിഞ്ഞാറ് വശത്തേക്ക് കാലുമായി കട്ടിലിടാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ബെഡ്റൂം സംവിധാനിക്കേണ്ടത്. ബാത്റൂം പ്ലാൻ ചെയ്യുമ്പോൾ പരമാവധി ഖിബിലയിലേക്ക് മുന്നിട്ടും പിന്നിട്ടും ഇരിക്കാത്ത തരത്തിൽ പ്ലാൻ ചെയ്യണം. മറയുണ്ടെങ്കിൽ പറ്റുമെന്ന അഭിപ്രായമുണ്ട്, എന്നാലും ഉണ്ടാക്കുമ്പോൾ കൂടി സൂക്ഷിക്കാമല്ലോ. ഉള്ളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഉള്ള സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. നമ്മളൊന്ന് ഉണ്ടാക്കുമ്പോൾ അത് പിന്നെ ഖിബിലയിലേക്ക് മുന്നിട്ടും പിന്നിട്ടും അല്ലാതെ ഇരിക്കാവുന്ന തരത്തിൽ പ്ലാൻ ചെയ്യണം. പിന്നെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് പരമാവധി എത്തിച്ചേരാവുന്ന, നോട്ടവും പെരുമാറ്റവും എത്താവുന്ന ഒരു ഏരിയയെ നേരത്തെ കാണണം. വീട്ടിൻ്റെ ഉള്ളിലേക്കാണ് കയറിയാൽ എല്ലായിടത്തും വരുന്ന ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റുന്ന തരത്തിൽ ഡിസൈൻ ചെയ്യരുത്. പുറത്തുനിന്ന് വരുന്നവർക്ക് പരമാവധി എത്താവുന്ന ഒരു ഏരിയ, അവിടുന്ന് അങ്ങോട്ട് എന്തെങ്കിലും ഒരു തടസ്സം, ഒന്നുമില്ലെങ്കിൽ ഒരു കർട്ടൻ തൂക്കാനെങ്കിലുമുള്ള ഒരു സംവിധാനത്തോടു കൂടി വീട്ടുകാർക്കുള്ളത് വേറെ സംവിധാനം, സ്വകാര്യത അങ്ങനെ സംവിധാനിക്കണം. ഒരാളെ നമ്മളെ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ നമുക്കും അയാൾക്കും മുഷിപ്പില്ലാത്ത തരത്തിൽ ഇരുന്ന് സംസാരിക്കാവുന്ന ഒരു സംവിധാനം എപ്പോഴും വീട്ടിൽ, നമ്മളതിന് ഓഫീസ് റൂം എന്ന് പറയാം, അല്ലെങ്കിൽ ലിവിങ് ഏരിയ എന്ന് പറയാം, അല്ലെങ്കിൽ സിറ്റ് ഔട്ട് എന്ന് പറയാം. പഴയ കാലത്ത് കോലായി എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരിക്കണം. വടക്ക് കിഴക്ക് മൂലയിൽ
തെക്കോട്ട് തിരിഞ്ഞ് വീട്ടുകാരൻ ഇരുന്ന് തെക്ക് വശത്ത് ഗസ്റ്റുകൾ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അതൊരു ആഢ്യത്വത്തിൻ്റെ അടയാളമാണ്. രാജാക്കന്മാരൊക്കെ അങ്ങനെ ഇരിക്കുകയെന്നാണ്. അപ്പോൾ നമ്മൾ വീട് പ്ലാൻ ചെയ്യുമ്പോൾ എന്താ നമുക്കൊരു രാജാവായ സംഭവിക്കുക ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പൊതുവായി ഒരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ പ്ലാൻ ചെയ്ത് പ്ലാന് തയ്യാറാക്കിയതിന് ശേഷം ആദ്യം നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കണം. പിന്നെ നമ്മുടെ ഭാര്യയ്ക്ക് മക്കൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഉമ്മാക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഗുണകാംക്ഷയുള്ള ആളുകളുടെ ഒരു അഭിപ്രായമൊക്കെ ചോദിച്ച് 1 or 2 പ്രാവശ്യം തിരുത്തിയതിന് ശേഷമാണ് ഫൈനൽ ചെയ്യേണ്ടത്. ഒരാളൊരു പ്ലാൻ ഉണ്ടാക്കി തന്നു, അയാളുടെ പരമാവധി ബുദ്ധിയും തൻ്റെ ഇടവും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും, ഓക്കെ. എന്നാലും ഒരാൾ കൂടിയും കാണുമ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും. അങ്ങനെ 2-3 ആളുകളുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഫൈനൽ ചെയ്യുക എന്നുള്ളത് എപ്പോഴും പ്ലാൻ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. വീടുണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ കിണർ എവിടെ വരും, സെപ്റ്റിക് ടാങ്ക് എവിടെ വരും എന്നതിനെക്കുറിച്ചൊരു ധാരണ വേണം. അതിനനുസരിച്ചാണ് പ്ലാൻ തയ്യാറാക്കേണ്ടത്. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ഏത് ഭാഗത്താണ് കിണർ വരാനും വെള്ളം കിട്ടാനും സാധ്യത ഉള്ളത്. വീടൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ പെരൻ്റെ ഉള്ളിൽ കിണറിന് സാധനം കണ്ടാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അതാദ്യം നോക്കണം. സെപ്റ്റിക് ടാങ്ക് വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ കാലത്ത് മഴവെള്ള സംഭരണി വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയെല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചൊരു ധാരണയും നേരത്തെ ഉണ്ടാക്കിയതിന് ശേഷമാണ് വീട് നിർമ്മാണത്തിലേക്ക് വരേണ്ടത്. പിന്നെ എപ്പോഴും അധികം സ്പീഡിലോ വളരെ സാവകാശത്തിലോ അല്ലാതെ വീട് പണി നടക്കണം. ഭയങ്കര സ്പീഡിൽ പണിയെടുത്ത് തീർക്കലല്ല. എന്നാലും പിന്നെ 1 ഉണ്ടാക്കി 2 കൊല്ലം അവിടെ ഇട്ട്, പിന്നെ ചുമരുണ്ടാക്കി 4 കൊല്ലം ഇട്ട്, അങ്ങനെയിട്ടല്ലേനും. അപ്പോൾ വളരെ സ്പീഡിലും അല്ല അധികം സാവകാശത്തിലും അല്ലാതെ ഒരു നിർമ്മാണ രീതിയാണ് വീട് നിർമ്മാണത്തിൽ സ്വീകരിച്ചു വരുന്നത്. പൊതുവേ നമ്മൾ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കിഴക്ക് ദർശനത്തെ അല്ല ഒന്നാമതായി സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, വടക്ക് ദർശനത്തെയാണ് ഒന്നാമതായി സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാണും. അതിനൊരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ അടിസ്ഥാനപരമായി പറയുമ്പോൾ സൂര്യൻ്റെ ജൈവോർജ വിതരണം, സൂര്യൻ 2 തരം ഊർജങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഒന്ന് അതിൻ്റെ പ്രകാശകിരണങ്ങളും, 2 അതിൻ്റെ ആഗ്നേയ ഊർജവും. ഒന്ന് പ്രകാശോർജം, മറ്റൊന്ന് ആഗ്നേയോർജം. പ്രകാശോർജത്തിൻ്റെ വിതരണം ഉള്ളത് രാവിലെ ശരാശരി സമയം 8 മണി വരെയാണ്. ഈ പ്രകാശോർജം വിതരണം ചെയ്യുമ്പോൾ സൂര്യകിരണങ്ങൾ നേരിട്ട് ശരീരത്തിൽ പതിക്കുന്നത് അത്ര ഗുണകരമല്ല. അത് ഏത് സമയത്താണെങ്കിലും അതിൻ്റെ പ്രകാശേ തട്ടേണ്ടുള്ളൂ, നേരിട്ട് സൂര്യൻ ശരീരത്തിലേക്ക് അടിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ 1-ാം ദർശന സ്ഥലമായി വടക്കിനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ കിഴക്ക് നിന്ന് വടക്കിലൂടെ പ്രകാശം കിട്ടുകയും ചെയ്യും, സൂര്യകിരണങ്ങൾ നേരിട്ട് അടിക്കുകയുമില്ല. പക്ഷെ അതൊരു പൊതുവെയുള്ള കാഴ്ചപ്പാടാണ്. കേരളീയ കാഴ്ചപ്പാടിൽ വരുമ്പോൾ ഈ കിഴക്കൻ മലനിരകൾ ധാരാളമായി കേരളത്തിലുണ്ട്, പശ്ചിമഘട്ടങ്ങൾ ധാരാളമായി ഉള്ളതുകൊണ്ട് ഒരിക്കലും സൂര്യകിരണങ്ങൾ ഉദയസൂര്യൻ്റെ ഉദിക്കുമ്പോഴുള്ള കിരണങ്ങൾ ഒരിക്കലും കേരളത്തിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് അതൊരു മറയായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കിഴക്കിനെ പരിഗണിക്കാം എന്നേ ഉള്ളൂ. അപ്പോൾ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ 1-ാമതായി പറഞ്ഞിട്ടുള്ളത് വടക്കാണ്, 2-ാമതേ കിഴക്കുള്ളൂ, 3-ാമത് പടിഞ്ഞാറോട്ട് ദർശനം നൽകലാണ്. തെക്ക് ദർശനം നല്ലതല്ല എന്ന അഭിപ്രായമാണ് ഇതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ ഭൂരിഭാഗവും തെക്ക് വശത്തു കൂടിയാണ് സൂര്യൻ്റെ സഞ്ചാരമുള്ളത്. അപ്പോൾ സൂര്യൻ്റെ അത്യുഷ്ണം വീട്ടിലേക്ക് കടന്നു വരാൻ അത് കാരണമാകുമെന്നതാണ്. പിന്നെ മുൻഗാമികളായ ആളുകൾ ശവസംസ്കാരത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നത് വീടിൻ്റെ തെക്ക് വശമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്മശാനത്തിലേക്ക്, ശവം അടക്കം ചെയ്ത ഭാഗത്തേക്ക് നോട്ടം വരുമ്പോൾ വീട്ടിലുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാവും എന്നതൊക്കെയാണ് തെക്ക് ദർശനം നല്ലതല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 തരം രീതികളാണ് വീട് നിർമ്മാണത്തിലുള്ളത്. ഒന്ന്, അത് 3 ആധാരങ്ങൾ എന്നാണ് അതിന് പറയുക. ഒന്ന് ദിക്കിനാധാരം, മറ്റൊന്ന് കിബിലക്ക് ആധാരം, 3-ാമത്തേത് വഴിക്ക് ആധാരം. ദിക്കിനാധാരം എന്ന് പറഞ്ഞാൽ വടക്ക് തെക്ക് ദിശയ്ക്ക് നേരെ കറക്റ്റാക്കി നിർത്തുക, അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയ്ക്ക് കറക്റ്റാക്കി നിർത്തുക. 2-ാമത്തേത് കിബിലയിലേക്ക് ചെരിച്ച് നിർത്തുക. 3-ാമത്തേത് വഴി എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് വീടും നിർത്തുക എന്നതാണ്. ഇതിൽ വിഷയമായ അറിവുള്ള ഭൂരിഭാഗം ആളുകളും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വീടുകൾ ദിക്കിനാധാരമായി നിർത്തലാണ്. ഒന്നുകിൽ കിഴക്ക് പടിഞ്ഞാറ് ദിക്ക് ശരിയാക്കി, തെക്ക് പടിഞ്ഞാറ് ശരിയാക്കുമ്പോൾ തെക്ക് വടക്ക് ദിക്കും ശരിയാക്കും, ഇങ്ങനെ ദിക്ക് ശരിയാക്കി നിർത്തുക. ഇതിനെയാണ് കൂടുതൽ ആളുകളും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ അപൂർവം ചില ആളുകൾ കിബിലക്ക് അഭിമുഖമായി നിർത്തുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഭൂമിയുടെ അടിയിലെ ഒഴുക്കുകളും ഭൂമിക്ക് മുകളിലുള്ള ഒഴുക്കുകളുമൊക്കെ ദിക്കിനാധാരമായാണ് നടക്കുന്നത്. അപ്പം അതിന് അനുകൂലമായി വീട് നിർത്തിയാൽ ഒരു പരിധി വരെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് വീട് സംരക്ഷിക്കപ്പെടും എന്നതാണ് ദിക്കിനാധാരമായി നിർത്തുന്നതിൻ്റെ കാരണം. പിന്നെ ആരാധനാലയങ്ങൾ, പള്ളികൾ എന്നിവ ഖിബിലക്ക് തിരിച്ചു നിർത്തൽ ആരാധനക്കുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അതങ്ങനെ ചെയ്യാം. വീട് ദിക്കിനാധാരമായി നിർത്തലാണ് നല്ലത് എന്നാണ് ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെടുന്നത്. വഴിക്ക് ആധാരമായി നിർത്താറുണ്ട്. അത് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് വഴിക്ക് ആധാരം സ്വീകരിച്ചു എന്നേ ഉള്ളൂ. മദ്ഹിന് പരിധിയില്ലെന്ന് കിട്ടും. അല്യമാക്കുമൽത്തിലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയതിന്റെ ശേഷമാണ് ഈ ആയത്തിറങ്ങുന്നത്. സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലേക്ക് ആദ്യമായി ടിക്കറ്റ് വാങ്ങിയ ആളാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരേക്കും ഫർള് നിസ്കാരം നിർബന്ധമായിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരേക്കും റമദാനിലെ നോമ്പ് നിർബന്ധമായിട്ടില്ല. എന്നാൽ ഖദീജ ബീവി സ്വർഗത്തിലാണ്. ഫർള് നിസ്കാരം ഒന്നും നിസ്കരിച്ചിട്ടില്ല, ഫർളായ നോമ്പ് നോറ്റിട്ടില്ല. അത് രണ്ടും നിർബന്ധമാകുന്നതിന് മുമ്പ് വഫാത്തായിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ നിസ്കരിക്കണം, നോൽപ്പൊരുക്കണം, കാരണം നമ്മൾ നിർബന്ധമായതിന്റെ ശേഷം ജീവിക്കുന്ന ആളാണ്. പക്ഷെ ഇത് നമുക്കൊരു കാര്യം കിട്ടും, സ്വർഗത്തിൽ പോവാന് നിസ്കരിക്കുന്നതിനേക്കാളും നോമ്പൊരുക്കുന്നതിനേക്കാളും വലിയ വേറൊരു കാര്യമുണ്ട്. അത് ഖദീജ ബിബി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോന്നറിയില്ല. സാലിം ബൈച്ച് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു എന്ന് പറയരുതേ. നമ്മൾ നിസ്കാരം നിർബന്ധമായതിന്റെ ശേഷം ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ നിസ്കരിച്ചേ പറ്റുള്ളൂ, നോൽമ്പോറ്റേ പറ്റുള്ളൂ. അതേ സമയത്ത് സ്വർഗത്ത് പോകാൻ ഇതല്ലാത്തൊരു വഴിയുണ്ട്. അതുകൊണ്ടാണല്ലോ നിസ്കാരം നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് വഫാത്തായ ഖദീജ ബി സ്വർഗത്തിലെത്തുന്നത്. എന്തായിരുന്നു അത്? എന്തായിരുന്നു ഖദീജ ബി റളിയല്ലാഹു അൻഹ ചെയ്തത്? അത് മദ്ഹുൻ നബിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നക വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല ഇന്നക ലതസ്തഖുൽ ഹദീസ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം ഒരു വർത്താനം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ അല്ലാഹു നബിയാക്കി നിയോഗിക്കുന്നതിന്റെ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അതാണ് ഖദീജ ബീവിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മുസ്തഫ നബി തങ്ങൾ എപ്പോഴും ഖദീജ ബീവിനെ കുറിച്ച് ഇങ്ങനെ പറയും. ഖദീജ ബീവിയെ കുറിച്ച് എപ്പോഴും സംസാരിക്കും. വീട്ടിൽ സദ്യ ഉണ്ടായാൽ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കും. ആടിനെ അറുത്താല് നല്ലൊരു കുറവെടുത്തിട്ട് ഖദീജ ബീവിയുടെ കൂട്ടുകാരിക്ക് വിടും. അങ്ങനെ കൊടുത്തേക്കും. എപ്പോഴും ഖദീജ ബീവിനെ കുറിച്ച് പറയും. എന്താ ഖദീജ ബീവിയുടെ പ്രത്യേകത? മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിനെ മനസ്സിലാക്കിയതാണ് ഖദീജ ബീവിയുടെ പ്രത്യേകത. അതാണ് ഈമാന്റെ അസ്ല്. ഈമാൻ ഇഷ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അസ്ലില്ലാത്ത ഫറു കൊണ്ട് കാര്യമില്ല. ഫറയില്ലാത്ത അസ്ല് കൊണ്ട് കാര്യം ഉണ്ടായതിന്റെ ഉദാഹരണമാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്. അതന്നെ സംഗതി. അതുകൊണ്ട് അസ്ല് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് അസ്ലുമുള്ള കളിയാണ്, അത് ഫറവുമല്ല. ഈ സുന്നത്ത് ജമാഅത്ത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിന്റെ ഒരു കാരണം അത് അസ്ലിലാണ് കളിക്കുന്നത്, ഫറയിലല്ല എന്നുള്ളതാണ്. അസ്ല് കേടുവരുത്താൻ സമ്മതിക്കൂല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഫറ പിന്നുണ്ടായിക്കോളുന്ന്. ഫറ എപ്പോഴും ഉണ്ടാവാലോ. അസ്ല് പോയാൽ തിരിച്ചു വരാൻ പ്രയാസാണ്. പോയോരാരും മടങ്ങിയ താരീഖില്ല. ഉണ്ടെങ്കിൽ വിരലിൽ ഇങ്ങനെ എണ്ണാൻ പറ്റും, അത്രേ ഉണ്ടാവുള്ളൂ. പോയ തന്നെയാണ്, മടക്കല്ല. ഈമാൻ പോയാലേ പോയതന്നെയാണ്, മടക്കല്ല. ഇന്ന് ഉമ്മത്തില് ഗൗരവം നഷ്ടപ്പെട്ട 3 തെറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഒന്ന് വ്യഭിചാരമാണ്, മറ്റൊന്ന് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത കുറവാണ്, മൂന്നാമത്തേത് രിദ്ദത്തിന്റെ കാരണങ്ങളാണ്. 3 കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഇന്നത്തെ കാലത്ത് സൂക്ഷ്മത കുറവുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം വ്യഭിചാരം സാർവത്രികമായി കൊണ്ടിരിക്കുന്നു.
എവിടെ നോക്കിയാലും വ്യഭിചാരമാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മൾ വ്യഭിചാരത്തിന്റെ പങ്ക് പറ്റി ജീവിക്കുന്നു. നമുക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നറിയില്ല. ഒരു തുണിഷാപ്പാണെന്ന് വിചാരിച്ചോളി, ഒരു കണ്ണടപ്പീടിയാന്ന് വിചാരിച്ചോളി, ഒരു ജ്വല്ലറിയാന്ന് വിചാരിച്ചോളി, ഒരു ട്രാവൽസ് ആന്ന് വിചാരിച്ചോളി. 2 ലേഡി സ്റ്റാഫിനെ ആവശ്യമുണ്ട്. കുഴപ്പമില്ല, ശമ്പളം കുറച്ച് കൊടുത്താൽ മതി. 10 കുട്ടികൾ വന്നു. 2 എണ്ണം വെളുത്തതും 4 എണ്ണം കറുത്തതും. വെളുത്തതിനെ സെലക്ഷൻ കിട്ടുള്ളൂ. പീടിക്ക് 2 ആൾ കയറണ്ടേ എന്നുള്ളതാണ് ആലോചിക്കുക. മറ്റുള്ളവരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കിയിട്ട് ആ പൈസ കുട്ടിക്ക് തിന്നാൻ കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ. അറിഞ്ഞോ അറിയാതെയോ ഒരു നിലയിലല്ലെങ്കിൽ മറ്റൊരു നിലയിൽ വ്യഭിചാരത്തിന്റെ പങ്ക് പറ്റിക്കൊണ്ടിരിക്കുന്നു. വ്യഭിചാരം ഗൗരവം കുറഞ്ഞൊരു വിഷയമായിട്ട് മാറി. വ്യഭിചാരം എന്ന് പറഞ്ഞാല് ലൈംഗികാവയവം കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ല, ഹദീസിൽ നസ്സാണ്. അൽ ഐനാനി സിനാഹുമാ അൻ-നദറു. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നസ്സായി പറഞ്ഞിട്ടുണ്ട്. വരിജ്ലാനി സിനാഹുമാ അൽ-മശ്യു. കാലിന്റെ വ്യഭിചാരം നടത്തമാണ്. വല്യദാനി സിനാഹുമാ അൽ-ബത്ഷു. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തൊടനാണ്. നാവിന്റെ വ്യഭിചാരം എന്നാൽ സംസാരമാണ്. വ്യഭിചാരം പലതുണ്ട്. സഹവാസ വ്യഭിചാരമുണ്ട്, എന്റർടൈൻമെന്റ് വ്യഭിചാരമുണ്ട്. ഒക്കെ വ്യഭിചാരമാണ്. ശിക്ഷയില്ലാത്ത ഒരു വ്യഭിചാരം മാത്രമേ ഉള്ളൂ. അത് മനോവ്യഭിചാരം എന്ന് പറയുന്നതാണ്. മനസ്സിലൊരാൾക്ക് എന്തെങ്കിലും തോന്നിയതിന് അല്ലാഹു തആല ശിക്ഷിക്കൂല. കാരണം അത് അവന്റെ പിടുത്തത്തിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം. അതിന്റെ മേലക്കാണ് പോയാൽ വ്യഭിചാരത്തിന്റെ പരിധിയിലേ വരുള്ളൂ. കാണലും നോക്കലും 2 കേട്ടോ. കാണൽ വ്യഭിചാരമല്ല, നോക്കൽ വ്യഭിചാരമാണ്. അത് 2 തിങ്കളാഴ്ച 9:35 കോളേജിൽ പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. ചൊവ്വാഴ്ച വീണ്ടും ബസ് കാത്തു നിന്നപ്പോൾ അതേ സുന്ദരിയെ വീണ്ടും കണ്ടു. ബുധനാഴ്ച വീണ്ടും ബസ് കാത്തു നിന്നപ്പോൾ അതേ സുന്ദരിയെ കണ്ടു. വ്യാഴാഴ്ച ആ സുന്ദരിയെ കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നു. അവിടുന്ന് അങ്ങോട്ട് നോക്കലാണ്, ഇതുവരെ ഉള്ളത് കാണലാണ്. കാണലും നോക്കലും 2. കാണൽ വ്യഭിചാരമല്ല, നോക്കൽ വ്യഭിചാരമാണ്. അതാണ് കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞത്. അറിഞ്ഞോ അറിയാതെയോ വ്യഭിചാരത്തിന്റെ പങ്ക് നമ്മൾ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നു. ഗൗരവം കുറഞ്ഞു, വ്യഭിചാരം ഗൗരവം കുറഞ്ഞു. അതന്നെ. 2ാമത്തേത് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മതകൾ ഗൗരവം കുറഞ്ഞു വരുന്നുണ്ട്. അതിപ്പോ എങ്ങനെയായാലും വേണ്ടില്ല, കുറച്ച് കാര്യം ഉണ്ടായാൽ മതി എന്ന് ആലോചിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തി. എന്താ വിഷയം? എങ്ങനെ നഷ്ടപ്പെടാന്നുള്ളത് അറിയില്ല. ഈ ബറക്കത്തുകൾ ഉണ്ടല്ലോ, ബറക്കത്ത്. നമ്മൾ റജബ് മാസമായ ദോരക്കും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം നീ റബ്ബനാ. ബറക്കത്ത് എല്ലാ സാധനത്തിലും ബറക്കത്ത് ഉണ്ടാകുമെന്നാണ്. മക്കളിൽ ബറക്കത്ത്, ഇൽമിൽ ബറക്കത്ത്, സമ്പത്തിൽ ബറക്കത്ത്, ആയുസ്സിൽ ബറക്കത്ത്, സ്ഥാപനത്തിൽ ബറക്കത്ത്, സ്ഥലങ്ങളിൽ ബറക്കത്ത്, കൃഷിയിൽ ബറക്കത്ത്, കച്ചവടത്തിൽ ബറക്കത്ത്. ചില നാടിന് തന്നെ ഒരു ബറക്കത്ത് ഉണ്ടാവും, ചില മനുഷ്യന്മാർക്കൊരു ബറക്കത്ത് ഉണ്ടാവും, ചില സംസാരങ്ങൾക്കൊരു ബറക്കത്ത് ഉണ്ടാവും, ചില വസ്തുക്കൾക്ക് ബറക്കത്ത് കൂടുതലുണ്ടാവും. എല്ലാം ഉണ്ട് ബറക്കത്തുള്ളൂ. ബറക്കത്തിന് വേണ്ടിയുള്ള ദുആയാകുന്നു ഖുനൂത്ത്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത്. തോന തരണേ എന്നല്ല, തന്നതിൽ ബറക്കത്തു തരണേ എന്നാണ്. ബറക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, ആശുപത്രി കൊടുക്കാൻ തകിയില്ല. ബറക്കത്തുള്ളത് കുറച്ച് മതി. എല്ലാ ആവശ്യം കഴിഞ്ഞിട്ടും പോക്കറ്റിൽ വെക്കാൻ മാത്രം ബാക്കി ഉണ്ടാവും, ബാങ്ക് ബാലൻസ് ഉണ്ടാവും. അതാണ് ബറക്കത്ത് പറഞ്ഞത്. അതുകൊണ്ട് ബറക്കത്ത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സമ്പത്തിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്.
സാമ്പത്തിക ഇടപാടിൽ സൂക്ഷ്മതയില്ലാത്തവന് ബറക്കത്ത് നഷ്ടപ്പെടും. സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും. സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടാലോ ഓട്ടോമാറ്റിക്കായിട്ട് ഭക്ഷണത്തിലെ ബറക്കത്ത് പോകും. ഭക്ഷണത്തിലെ ബറക്കത്ത് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് മക്കളിലെ ബറക്കത്ത് പോകും. സമ്പത്തിലെ ബറക്കത്തിന് പോയാൽ ബാക്കിയൊക്കെ അതിൻ്റെ ഒപ്പം പോകും. സമ്പത്തിലെ ബറക്കത്ത് പോയാൽ ആയുസ്സിലെ ബറക്കത്ത് നഷ്ടപ്പെടും. സമ്പത്തിലെ ബറക്കത്ത് പോയാൽ ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെടും. ഇൽമിന്റെ ബറക്കത്ത് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവന്റെ ഇൽമ് ചെയ്യാൻ പറ്റാത്തതും ന്യായം പറയാൻ മാത്രം പറ്റുന്നതുമായി മാറും. ഇൽമിന്റെ ബറക്കത്തിന് പോയാലേ പിന്നെ ഓന്റെ ഇൽമ കൊണ്ട് 4 വർത്താനം പറയാൻ പറ്റുന്നേ ഉള്ളൂ, അമൽ ചെയ്യാൻ പറ്റൂല. ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനും ന്യായം ഉണ്ടാവും ഒപ്പരടുത്ത്. ഇൽമിന്റെ വറക്കത്ത് നഷ്ടപ്പെട്ടാൽ അങ്ങനെ സംഭവിക്കും. ഒക്കെ സമ്പത്തിന്റെ വറക്കത്ത് പോയാലാ പോവുക. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. മൂന്നാമത്തേത്, മുർത്തദ്ദാവുന്ന കാര്യങ്ങളിൽ ആളുകൾക്ക് സൂക്ഷ്മത കുറഞ്ഞു വരുന്നു. നിസ്കരിച്ചില്ലെങ്കിൽ മുർത്തദ്ദാവൂല, നിസ്കാരത്തെ കളിയാക്കിയാൽ മുർത്തദ്ദാവും. ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ ദീനിന്ന് പുറത്തു പോവില്ല.